വെൽക്കം ടു റെയിൻബോ ക്രാഫ്റ്റ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് വീഡിയോ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കുറച്ച് ഫ്രെയിംസ് ആണ്. അതിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെറ്റീരിയൽസ് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിക്കാം. നമ്മുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്രാഫ്റ്റ് ഷോപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പ് അധികമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് കുറേ ദൂരമുണ്ട് ക്രാഫ്റ്റ് ഷോപ്പിലേക്ക്. അതും ഒന്നോ രണ്ടോ, എൻ്റെ അറിവിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ. അതിൽ എല്ലാ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പം ക്രാഫ്റ്റ് ഷോപ്പൊക്കെ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം ആ ഒരു ഏരിയയിലൊക്കെ നിറയെ ക്രാഫ്റ്റ് ഷോപ്പുണ്ട്. സിറ്റി ഏരിയയിലൊക്കെ ക്രാഫ്റ്റ് ഷോപ്പുണ്ട്. അതുപോലെ തിരുവനന്തപുരം അവിടെയൊക്കെ ക്രാഫ്റ്റ് ഷോപ്പ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങിക്കാം. നമുക്ക് അവിടെ പോയി കണ്ട് അവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിന് ശേഷം മേടിക്കാം. ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത്. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന്, അതായത് ഈ ക്രാഫ്റ്റ് ഷോപ്പിൻ്റെയൊക്കെ തന്നെ ഓൺലൈൻ സ്റ്റോറുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒട്ടുമിക്ക ഷോപ്പിൻ്റെയും എന്താ പറയുക, ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ തന്നെ ബയോയിൽ, ഇൻസ്റ്റയുടെ ബയോയിൽ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉള്ളവരുടെ കാണും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം അവരുടെ തന്നെ റിവ്യൂവിൽ ഈ ക്ലയൻസിൻ്റെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ വാങ്ങിച്ചിട്ടുള്ളവരുടെയൊക്കെ റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ അവർ റീസെൻ്റായിട്ടൊക്കെ ഇടുന്ന റീലിനും പോസ്റ്റിനും ഒക്കെ അടിയിൽ ഈ കസ്റ്റമേഴ്സ് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീടെന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് ചില മെറ്റീരിയൽസ് നമ്മൾ കസ്റ്റമൈസ്ഡാണല്ലോ. അപ്പം നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതായത് കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നതിന് ശേഷമായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും ഈ പറയുന്ന, നമ്മൾ 10 അടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിടത്തായിരിക്കും ഈ പറയുന്ന ഒരു മെറ്റീരിയലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ റിപ്ലൈ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്കിപ്പോഴും 2 മാസമായിട്ട് റിപ്ലൈ കിട്ടാത്ത ഓൺലൈൻ സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മൾ നോക്കുക, നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിന് സാധനം നമുക്ക് കൊടുക്കണം നമ്മുടെ കസ്റ്റമറിന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടുന്ന സ്ഥലമാണോ കാര്യങ്ങളാണോ, അപ്പോൾ ഓരോ സ്റ്റോറിനെ മാത്രം നമ്മൾ എപ്പോഴും ആശ്രയിക്കാതെ കുറച്ച് സ്റ്റോഴ്സ് നമ്മുടെ ലിസ്റ്റിലേക്ക് വേണം, നല്ല സ്റ്റോഴ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഒരേ സ്റ്റോറിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമുക്ക് അറിയത്തില്ല. ബാക്കിയുള്ളിടത്ത് ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ക്വാളിറ്റി ഉള്ളിടമാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പലയിടങ്ങളിൽ നിന്ന് വാങ്ങിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് എവിടെയാണ് ക്വാളിറ്റി. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പം നമ്മൾ ഒരിടത്തുനിന്ന് 2-3 തവണ വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് തവണയൊന്നും ഡാമേജ് ഒന്നും ഇല്ലാതെ വരും. ചില സമയങ്ങളിൽ ഡാമേജ് ഉണ്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റോറിൻ്റെ എക്സാക്റ്റ് നെയിം ഒന്നും പറഞ്ഞു തരാത്തത്. കാരണം നമ്മൾ പലരും പർച്ചേസ് ചെയ്യുമ്പോൾ പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ചിലപ്പം കിട്ടുന്നത്, ഒരേ സ്റ്റോർ ആണെങ്കിലും. അതേപോലെ തന്നെ പല സമയങ്ങളിലും നമ്മൾ സെയിം ആൾക്കാരാണെങ്കിൽ പോലും പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റോറും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരാത്തത്. പല റേറ്റിലുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടും, ഒരേ മെറ്റീരിയൽ തന്നെ പല സമയങ്ങളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ റേറ്റോ അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ പേരോ ഒക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ ക്വാളിറ്റിയിലോ റേറ്റിലോ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ അത് പിന്നെ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ നിങ്ങൾ സ്റ്റോർ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റയിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി നമ്മൾ ക്രാഫ്റ്റ് സ്റ്റോർ അല്ലെങ്കിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽ സ്റ്റോർ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് സ്റ്റോർസ് ഇങ്ങനെ വരും. പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ ഓർഡേഴ്സ് വരുവാണെങ്കിൽ നമ്മുടെ മീഷോ, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇവിടെയൊക്കെ നമുക്ക് ബൾക്കായിട്ടൊക്കെ മെറ്റീരിയൽസ് എടുക്കാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല, പക്ഷെ അവിടെ ഉണ്ട് ഗിഫ്റ്റ് ബോക്സ്, ഫ്രെയിമൊക്കെ. അതൊക്കെ സ്വന്തം റിസ്കിൽ വാങ്ങിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല, പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഈ വുളൻ ത്രെഡ്, പെയിൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അല്ലാണ്ട് ഗിഫ്റ്റിൻ്റെ ബോക്സോ അല്ലെങ്കിൽ ഫ്രെയിമോ അതൊന്നും എടുത്തിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റോറുകൾ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഒരുപാട് സ്റ്റോറുണ്ട്. അവിടെയൊക്കെ റേറ്റും ഒക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ അവിടെ ചിലപ്പം ഷിപ്പിംഗ് ചാർജ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക.